നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മയക്കുമരുന്നിനും അക്രമത്തിനുമെതിരെ ബോധവൽക്കരണം നടത്തി. അകത്തേത്തറ NSS കരയോഗം വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ മനസ്സ് നന്നാവട്ടെ നന്മ പടരട്ടെ എന്ന പേരിൽ മയക്കുമരുന്നിനും അക്രമങ്ങൾക്കുമെതിരെ ബോധവൽക്കരണ ക്ലാസും സന്ദേശയാത്രയും സംഘടിപ്പിച്ചു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം ജോയിൻറ്റ് സെക്രട്ടറി T ഹരിദാസ് അധ്യക്ഷനായി. ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർമാരായ S മധു, ഷെഫീഖ് എന്നിവർ ക്ലാസ് നയിച്ചു. പ്രതിഭകളെ ആദരിക്കൽ, സർട്ടിഫിക്കറ്റ് വിതരണം, തിരുവാതിരക്കളി എന്നിവ ഉണ്ടായി. കരയോഗം സെക്രട്ടറി R ശ്രീകുമാർ സ്വാഗതവും വനിതാ സമാജം പ്രസിഡന്റ് M ശോഭ നന്ദിയും പറഞ്ഞു. ഇത്തരത്തിൽ ക്ലാസുകൾ വളരെ ഉപകാരപ്രദമാണെന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത വനിതകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. അമ്മമാരാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടതെന്നും അമ്മമാർക്കാണ് കുട്ടികളുടെ പെരുമാറ്റം മനസ്സിലാക്കാനും അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കണ്ടുപിടിക്കണമെന്നും പോലീസ് ഓഫീസർമാർ ക്ലാസ്സിൽ പറഞ്ഞു. ഈ പ്രോഗ്രാം നമ്മളിവിടെ പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഏതാണ്ട് ഒരു മാസം മുമ്പായിരുന്നു, ഒന്നൊന്നര മാസം മുമ്പായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മളിവിടെ ചെയ്യണം എന്ന കരയോഗത്തിൻ്റെ കമ്മിറ്റി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, അത് കഴിഞ്ഞ ശേഷം ഓരോ ദിവസം കഴിയും തോറും പേപ്പറുകളിൽ ഓരോ ദിവസങ്ങളിലേക്ക് വരുന്ന ന്യൂസുകളും തീർച്ചയായിട്ടും നമ്മളിവിടെ നിർബന്ധമായിട്ടും ഇങ്ങനൊരു പ്രോഗ്രാം നമ്മളിവിടെ തീർച്ചയായിട്ടും നടത്തണമെന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് പേപ്പർ നോക്കിയാലോ അല്ലെങ്കിൽ മൊബൈൽ നോക്കിയാലോ ടെലിവിഷൻ ഓൺ ചെയ്താലോ കാണുന്ന കാര്യങ്ങൾ ആ രീതിയിലാണ്. അപ്പൊ അതിന്റെ ആ അനുഭവങ്ങൾ അവരിങ്ങനെ വിവരിക്കേണ്ടത് ആദ്യം ഒരു ദിവസം 4 മണിക്ക് ഒരു ട്രക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 4 o'clock ആകുമ്പോഴേക്കും പുള്ളിക്ക് അത് കിട്ടാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയാവും. കാരണം ഈ പീരീഡിൽ ഹീസ് എന്താ പറയുക, അയാൾ ഏതോ സ്വപ്ന ലോകത്തേക്കോ അതൊരു അല്ലാത്തൊരു മാസ്മരിക ലോകത്തേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിയാകുമ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ അമ്മയും ശരി അച്ഛനെയും ശരി കൊന്ന് കാശ് കൊണ്ടുപോകും. കാരണം നമ്മൾ ഇന്ന് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചെറിയ കുട്ടികൾ, സ്കൂളിലെ കുട്ടികൾക്ക് സാമ്പിൾ ഡോസായിട്ട് അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയും. 2 ദിവസം കൊടുത്ത് കുട്ടികളെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവര് കാരിയേഴ്സിലേക്ക് മാറ്റുന്നു. അതാണ് മിക്കവാറും കാര്യങ്ങളും. അതിനൊപ്പം വെഞ്ഞാറമൂട് കേസിലാണ് അത് ഇതിന് ഡ്രഗ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഒരിക്കലും ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നില്ല. അവരത് പറയുന്നത് കടബാധ്യതയാണ് അവസാനത്തിൽ കണ്ടെത്തൽ. 60 ലക്ഷം രൂപ കടബാധ്യത ഉണ്ട് പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് ഒരു ഡ്രഗ് എന്തെങ്കിലും ഉപയോഗിക്കാതെ ഒരിക്കലും അവൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്രയും ശക്തമായിട്ടുള്ള ഒരു സ്ട്രോ വെച്ചുകൊണ്ടൊക്കെ മണം പിടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഓപ്പനാണ്, ഇന്ന് എപ്പോഴത്തേയും കാണാം. മറ്റുള്ള രാജ്യങ്ങളിൽ ഇത് ലൈസൻസ് ഉണ്ട്. കഞ്ചാവ് കടകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുന്നു. ഇത് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ഇപ്പോ ലഹരി എന്ന് പറയുന്ന വാക്കാണ് നമുക്ക് മുന്നിലുള്ളത്. ലഹരി അതിന്റെ പല വേർഷനുകളിൽ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് നൃത്തം ആടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പ്രധാനമായും ക്ലാസ് എടുക്കുമ്പോൾ സംസാരിക്കുന്ന ചില പദങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സംസാരിക്കാറുള്ളത്. അപ്പൊ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞ ഒരു വാക്കിനോട് എൻ്റെ ഒരു വിയോജിപ്പുണ്ട്. എപ്പോഴായാലും നമ്മൾ പറയുമ്പോൾ ഇതിലൊരു മായിക എന്ന് പറയുന്ന ഒരു ലോകം ഇല്ല എന്നുള്ളതാണ്. ഇത് ഒരു മായികമായിട്ടുള്ള ലോകമല്ല, നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരവസ്ഥയാണ്. 180 ഗ്രാമോളം ഗുളിക. 180 ഗ്രാം എന്ന് പറയുമ്പോൾ 4 പെട്ടി ഗുളിക. ആ ഗുളിക നമ്മുടെ മക്കളുടെ മക്കളോ ഉപയോഗിക്കാൻ കൊണ്ടുവന്നതാണ്. അല്ലാതെ പശുവിനോ പൂച്ചയ്ക്കോ ഒന്നും കൊടുക്കാൻ കൊണ്ടുവന്നതല്ല. അപ്പോ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗഞ്ചാവോ MDMA ഇപ്പോ
സോഡ, LSD, അങ്ങനെ പല തരത്തിലുള്ള വേർഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ MDMA തന്നെ നമ്മൾ കാണുന്ന ഒരു ചെറിയ ഉപ്പുപൊടി പോലെയുള്ള പൊടിയാണ്. ചെറിയ ഗ്രാമം, ഒരു 2 ഗ്രാം വന്നാൽ തന്നെ അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയായി, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്ന ക്വാണ്ടിറ്റിയായി. ആ ക്വാണ്ടിറ്റിയുള്ള സാധനത്തിൽ എത്ര വേണമെങ്കിലും കലർത്താം. ഈ ബിസിനസ്സിലേക്ക് നമ്മളുടെ യുവാക്കൾ എത്തിപ്പെടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതിന്റെ ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റാറ്റസ് ആണ്. ഇവൻ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഇതിന് പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ നിർവാഹമില്ല. കാര്യം നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു ഉപയോഗം കൊണ്ട് നമ്മളെ ഇതിനെ അടിമകളാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു മത്സരമാണ്. ഞാനിപ്പോൾ സ്കൂളിൽ ഒരു കമ്മിറ്റിയിലുള്ളതുകൊണ്ട് എനിക്കും വളരെ കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞു. പല വിധത്തിൽ ടോണിക് ബോട്ടിൽ വരെ ലിക്കർ കൊണ്ടൊരു ടൂർണമെന്റ് കുട്ടികൾ, ടോണിക് ബോട്ടിൽ ഒബ്സർവിൽ. അപ്പോൾ ഇതെല്ലാം ഇവർ ചെക്ക് ചെയ്തിട്ടാണ് കുട്ടികളെ കൊണ്ടുവിടുന്നത്. ഞാനെല്ലാം കാണുന്നതാണ്. നമ്മൾ വീട്ടിലുള്ള ഒരു പാരന്റാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിനേക്കാൾ കൂടുതൽ ഈ അധ്യാപകർ ടെസ്റ്റ് ചെയ്യുന്നതാകട്ടെ നിങ്ങളെല്ലാവരും എല്ലാ അമ്മമാരും പെൺകുട്ടികളെ വരെ എന്തറിയോ അവരും ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരിയറാവുന്നുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ആഴ്ച 3 ദിവസം എൻ്റെ മകളുടെ ബാഗ് ഞാൻ തപ്പും. 2 ബാഗ് എടുത്ത് കൊടുത്തത് ഞാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുക. എന്നറിയോ ഇവിടെ ബസ്സിലാണ് വന്ന് പോവാം. വേറെ കുട്ടികളിൽ തിരികെ മതി. ഇവിടെ സാർ പറഞ്ഞ ഒരു കാര്യമാണ്. ഈ കുട്ടികൾക്ക് പോണ വഴി തിരക്കായിരിക്കും. ബാഗിനുള്ളിൽ അറിയാത്ത പയ്യൻ ബാഗ് കൊണ്ടിട്ട് വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. അത്രേ പറയാനുള്ളൂ. ഡ്രഗ്സ് നമ്മളെ തലമുറ ഇല്ലാതെയാക്കും. ഇവർ പറഞ്ഞ് ഞാൻ 10 നിൽക്കാൻ കഴിഞ്ഞ് പോകണമെന്നാണ് തോന്നുന്നത്. എനിക്ക് ഇനിയും ക്ലാസ് പോരാന്നാണ് തോന്നുന്നത്. എന്റെ ജീവിതത്തിൽ കൂടെ എല്ലാം കടന്നുപോയി. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കന്മാരായ ഞാൻ ഉൾപ്പെടെ എല്ലാവരും കുട്ടികളെ നല്ല രീതിയിൽ കൗൺസിലിംഗ് വളരുന്നു. എല്ലാവരും നന്നായി കുട്ടികളെ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ പറ്റുള്ളൂ. നമ്മളെ കുട്ടികളെ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം പോലെ ആ കുട്ടി നല്ല രീതിയിൽ വന്നാൽ ആ കുട്ടി ഇടപെടുന്ന കുട്ടികളെ നന്നാക്കണം. ആ കുട്ടിയെ കൂടി പറഞ്ഞോളൂ. അല്ലാതെ നമ്മളെ കാര്യം കഴിഞ്ഞു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോകാം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൃഷ്ണ രാമ മംഗളം ഗോകുല ബാല ശ്രീ കൃഷ്ണ രാമ മംഗളം നന്ദകുമാര നവനിര ചോര